കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് പിന്തുണ തേടി മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടന്ന കൂടിക്കാഴ്ച 40 മിനിറ്റോളം നീണ്ടു. എയിംസ്, അതിവേഗ റെയിൽ, മെട്രോ റെയിൽ തുടങ്ങിയ പദ്ധതികളിൽ കേന്ദ്ര പിന്തുണ തേടി. 2:30 ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും നാളെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും കൂടിക്കാഴ്ച നടത്തും. വൈകിട്ട് 4:30 കേരള ഹൌസിൽ വെച്ച് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും. നോബൽ മാലികാരൻ വിവരങ്ങളുമായി ചേരുകയാണ്. നോബൽ, അതിനിർണായകമായ കൂടിക്കാഴ്ചകളാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടന്നു. ഇനി ധനമന്ത്രിയുമായും കൂടിക്കാഴ്ച നടക്കും. സാമ്പത്തിക കാര്യങ്ങളിലും നയപരമായും പിന്തുണ തേടിയാണ് മുഖ്യമന്ത്രിയുടെ ഡൽഹി സന്ദർശനം. സംസ്ഥാനത്തിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും കേന്ദ്രത്തിന്റെ പിന്തുണ തേടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വി ഡി സതീശൻ ഇപ്പോൾ മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയത്. ഏറെക്കുറെ 40 മിനിറ്റാണ് ലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ കൂടിക്കാഴ്ച നീണ്ടുനിന്നത്. വിശദമായി തന്നെ സംസ്ഥാനത്തെ ആവശ്യങ്ങളടക്കമുള്ള കാര്യം ചർച്ചകൾ ഉണ്ടായി എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം കേരളത്തിൽ നിരവധിയായ ആവശ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് എയിംസ്, അതോടൊപ്പം തുറമുഖ വികസനം, ഒപ്പം മറ്റ് പല പ്രധാനപ്പെട്ട ദേശീയപാത വികസനം, അത്തരത്തിൽ വിവിധങ്ങളായ ആവശ്യങ്ങൾ കേന്ദ്രത്തിന് മുമ്പേ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ആവശ്യങ്ങളൊക്കെ യു.ഡി.എഫ് സർക്കാർ വന്നതിന് ശേഷമുള്ള ആദ്യ കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രിയുടെ മുഖ്യമന്ത്രി സഹായവും ഒപ്പം മറ്റ് സഹകരണം അടക്കമുള്ള കാര്യങ്ങൾ തേടി എന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയ ഘട്ടത്തിൽ പ്രധാനമന്ത്രി അഭിനന്ദിച്ചുകൊണ്ട് സമൂഹ മാധ്യമത്തിൽ മലയാളത്തിൽ തന്നെ പോസ്റ്റ് ഇടുകയും പിന്തുണയെല്ലാം അറിയിക്കുകയും ചെയ്തതാണ്. എന്തായാലും കൂടിക്കാഴ്ചയിൽ വിശദമായ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു. ചീഫ് സെക്രട്ടറി അടക്കമുള്ള ആളുകളും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു എന്നാണ് എടുത്തു പറയേണ്ടത്. എന്താണെങ്കിലും സംസ്ഥാനത്തിന്റെ വികസനം അടക്കമുള്ള കാര്യങ്ങൾ പിന്തുണ തേടിയിരിക്കുന്നു. ഇനിയിപ്പോൾ 2:30 കേന്ദ്ര ധനമന്ത്രിയുമായി വി ഡി സതീശൻ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. സംസ്ഥാനത്തെ ധനമന്ത്രി കൂടിയാണ് വി ഡി സതീശൻ. സംസ്ഥാനത്തെ ബജറ്റ്, യു.ഡി.എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് എത്താൻ ആഴ്ചകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. നേരത്തെ എൽ.ഡി.എഫ് സർക്കാരിന്റെ കാലത്ത് നിരന്തരം കേന്ദ്രത്തിനെതിരെ ഉയർന്ന ആരോപണം എന്ന് പറയുന്നത് സാമ്പത്തികമായി സംസ്ഥാനത്തെ ഞെരുക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്ത് ഉണ്ടാകാനും ആ പശ്ചാത്തലത്തിൽ ധനമന്ത്രിയുമായി നടക്കുന്ന കൂടിക്കാഴ്ചയിൽ സാമ്പത്തിക സഹായം, അതോടൊപ്പം സംസ്ഥാനത്ത് ലഭിക്കേണ്ട വിട്ടിട്ടേണ്ട ഫണ്ടുകൾ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നാളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതോടൊപ്പം തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെയും കാണുന്നുണ്ട് എന്നിവരും പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ 4:30 മുഖ്യമന്ത്രി മാധ്യമങ്ങളെയും കാണുന്നുണ്ട് ദില്ലിയിൽ വെച്ച്. ദില്ലി കേരള ഹൌസിൽ വെച്ചാണ് വാർത്താ സമ്മേളനം ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. എന്തെല്ലാമാണ് ചർച്ചകളായത്, അതോടൊപ്പം എന്തെല്ലാം പിന്തുണകൾ ലഭിക്കും, അതോടൊപ്പം എന്തെല്ലാം വാഗ്ദാനങ്ങൾ പ്രധാനമന്ത്രി നൽകിയത് അടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുന്നു. വൈകുന്നേരം വാർത്താ സമ്മേളനം ഉണ്ടാകും. നോബൽ മാലികാരൻ വിവരങ്ങൾ നൽകിയത്.